ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായി ഹോട്ടൽ സ്റ്റൈൽ കോളിഫ്ലവർ മഞ്ചൂരിയൻ ആണ്. നമ്മൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരാൻ നേരത്ത് നല്ല വീട്ടിൽ ഇരിക്കുന്ന ഐറ്റം വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ഇതിൽ നമ്മൾ വേറെ സോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ടൊമാറ്റോ സോസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വീട്ടിൽ ഇൻസ്റ്റൻറ്റ് സോസ് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഒരു 1/2 കിലോ കോളിഫ്ലവർ എടുക്കുക. ഇച്ചിരി വലുതായിട്ട് നമ്മളിങ്ങനെ കണ്ടിച്ച് വെക്കുക. നല്ലപോലെ ഒരു വാം വാട്ടറിൽ ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ കഴുകിയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കോട്ടിംഗ് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ആ മാവ് റെഡിയാക്കാം. ആദ്യം നമ്മൾ ഒരു 3 ടീസ്പൂൺ മൈദ എടുക്കുക. അത് കൂടാതെ 2 ടീസ്പൂൺ നമ്മൾ കോൺഫ്ലവർ എടുക്കുക. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ മാത്രം മതി. അപ്പോൾ ഒരു 5 സ്പൂൺ മൈദ എടുക്കണം. ഇനി ഇതിൽ നമ്മൾ ഒരു പാകത്തിന് ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ ഉപ്പിടാം. പിന്നെ ഞാൻ ഇതിൽ ഇടുന്ന 1.5 സ്പൂണ് കശ്മീരി റെഡ് ചില്ലിയാണ്. ഈ കശ്മീരി റെഡ് ചില്ലി നമ്മൾ കളർക്ക് വേണ്ടി ഇടുവാണ്. ഞാൻ പിന്നെ പറയാം, കളർക്ക് വേണ്ടിയാണ്. ഇതിൻ്റെ കൂടെ 1 സ്പൂണ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ പതിയെ കുറച്ച് വെള്ളം ഇടാം. വെള്ളം ഇട്ട് നമ്മൾ നോക്കണം ഇതിൽ കട്ട ഒന്നും വരാതെ ഇരിക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായി കിട്ടണം. അപ്പോൾ നമ്മളത് നല്ലപോലെ മിക്സാക്കി പേസ്റ്റാക്കാം. പിന്നെ നല്ല കട്ടിയുള്ള പേസ്റ്റ് വേണം, കാരണം നമുക്കത് കോട്ട് ചെയ്യണം. നല്ലപോലെ കോട്ടാവണമെങ്കിൽ നല്ല കട്ടിയുള്ള പേസ്റ്റ് വേണം. ഞാൻ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു കൂടാ. ഇതുപോലെ നല്ല കട്ടിയുള്ള, നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നപ്പോൾ നല്ല കട്ടിയുള്ള മാവ് റെഡിയാക്കൂലേ, അതേ രീതിയിൽ ഇത് നല്ല കട്ടിയുള്ള മാവ് റെഡിയാക്കി എടുക്കണം. അതിൽ നമ്മളിപ്പോൾ കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ആക്കണം. ഫ്രണ്ട്സ്, ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ റെഡ് ചില്ലി എടുത്തത് നമ്മൾ കളർക്ക് വേണ്ടിയാണ്. മിക്കവാറും നമ്മൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കാണുന്നത് അവരെല്ലാവരും ഈ കളറ് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഫുഡ് കളർ നമ്മുടെ ഹെൽത്തിക്ക് നല്ല ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ കൂടുതൽ റെഡ് ചില്ലി എടുക്കുന്നത്. ഇത് എരിവ് കുറവാണ്, നല്ല കളറും കിട്ടും. ഇത് നല്ലപോലെ കോട്ടായി കഴിഞ്ഞ് നമ്മൾ പാനിൽ ഓയിൽ എടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ എടുക്കുക. ഈ കോളിഫ്ലവർ നല്ലപോലെ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ നല്ലപോലെ കോട്ടിങ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കോളിഫ്ലവർ ഇടാവുള്ളൂ. കോളിഫ്ലവർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് മീഡിയം ആക്കണം. മീഡിയമിൽ കുറച്ച് നേരം വെന്ത് വരുമ്പോൾ കോളിഫ്ലവർ നല്ലപോലെ ഫ്രൈ ആയി കിട്ടും. ഇച്ചിരി വെന്ത് കഴിഞ്ഞ് നമ്മളൊരു സ്പൂൺ വെച്ച് ആ എണ്ണ ഇങ്ങനെ മേലോട്ട് ഇച്ചിരി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മേലെ ഇരിക്കുന്ന ആ മാവ് നല്ലപോലെ കട്ടിയായി അവിടെ സ്റ്റിക്കായിക്കോളും. ഒരു പ്രാവശ്യം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും കോളിഫ്ലവർ നല്ലപോലെ വെന്ത് വരും. ഒരു 4-5 മിനിറ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ കോളിഫ്ലവർ വെന്ത് വരും. അപ്പോൾ നല്ല ക്രിസ്പിയും ആവും. അത് കഴിഞ്ഞ് നമ്മൾ ഇത് എടുത്ത് മാറ്റി വെക്കാം. അതേ രീതിയിൽ മിച്ച കോളിഫ്ലവർ ഉണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലും അത് എല്ലാം ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. അത് മാറ്റി വെച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ ഓയിൽ മൊത്തം മാറ്റി വെക്കണം. നമ്മൾ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം വെക്കണം. അതിൽ നമ്മൾ ആദ്യം ഇടുന്ന ഒരു 10-20 വെളുത്തുള്ളി അരിഞ്ഞിട്ടിടാം. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി കൂടി അരിഞ്ഞിടാം. ഒരു ചെറിയ ഒരു 2 ഇഞ്ചി എടുത്തിട്ട് അരിഞ്ഞിട്ടിടാം. അത് നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്നത് ഇപ്പോൾ ഒരു 3-4 പച്ചമുളക് കൂടിയാണ്. അതും നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് സവോളയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പെറ്റൽസിനെ പോലെയാണ് ചെയ്യുന്നത്. അറിയാമല്ലോ, നമ്മൾ മഞ്ചൂരിയനിലൊക്കെ ഈ പെറ്റൽസ് പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെറ്റൽസ് പോലെ ഇട്ട് അതേ സൈസിൽ ഞാൻ ഇതിൽ കാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട്. രണ്ടും നല്ലപോലെ മിക്സാക്കി 1 മിനിറ്റ് നമ്മൾ നല്ല ഫുൾ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി, വേഗണമൊന്നും ഇല്ല. പിന്നെ സെൻറ്ററിൽ ഇച്ചിരി സ്ഥലം ഉണ്ടാക്കണം. അവിടെ നമ്മൾ ഈ എണ്ണ വരും. ആ എണ്ണയിൽ 1 സ്പൂണ് മുളക് നല്ലപോലെ ഫ്രൈ ചെയ്ത് ഇത് നമ്മളിപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുക. നമ്മൾ ഇൻസ്റ്റൻറ്റ് സോസ് അതിൽ ഒരു 2 ടൊമാറ്റോൻ്റെ പ്യൂരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്യൂരി ഉണ്ടാക്കാൻ നേരത്തെ ടൊമാറ്റോ പ്യൂരിയിൽ നമ്മൾ ഇച്ചിരി റെഡ് ചില്ലി ഇടുകയാണെങ്കിൽ അത് നല്ല കളറായി വരും. ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇതിൽ ഭാഗത്തിന് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഞാൻ 2 സ്പൂൺ ഇതിൽ ഷുഗർ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സോസ് ഉണ്ടാക്കും. ഒരു സോസിൻ്റെ ഒരു ചെറിയ പുളിപ്പും ചെറിയ മധുര ടേസ്റ്റ് വരാൻ വേണ്ടി ഒരു ഇച്ചിരി ഷുഗർ കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ നല്ലപോലെ വെന്ത് വരുമ്പോൾ എണ്ണ വരുമല്ലോ, ആ എണ്ണ വരുന്ന രീതി വരെ ഇച്ചിരി വേവിക്കണം. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ സോയ സോസ് ഇട്ടിട്ടുണ്ട്. ഈ സോയ സോസ് ജസ്റ്റ് ഫോർ ആ കളർ ഡിഫറൻസ്, ഒരു നല്ല ഒരു ലുക്ക് വരാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണമെന്ന് ഇല്ല. ഇനി ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നത് സ്ലറിയാണ്. 1/2 കപ്പ് വെള്ളത്തിൽ 1 സ്പൂണ് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഇട്ട് നല്ലപോലെ കലക്കിയെടുക്കണം. ആ വെള്ളം ഇതിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. ഇത് നല്ല കട്ടിയായി വരും. ഇമ്മീഡിയറ്റ്ലി ആ സമയത്ത് നമുക്ക് കോളിഫ്ലവർ ഇടാം. അപ്പോൾ ഇച്ചിരി കൂടെ നമ്മൾ ഒരു 2 മിനിറ്റ് ചെയ്താൽ അതിൽ റെഡിയാവും.
ഇതിൽ ഞാനിപ്പോൾ ഇച്ചിരി തക്കാളി കൂടി ഇട്ടിട്ടുണ്ട്. അത് കളർക്ക് വേണ്ടി, ഒരു റെഡ് ഒരു പച്ച കളറൊക്കെ വരാൻ വേണ്ടിയാണ് തക്കാളി ഇട്ട്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സായി, നമ്മുടെ ഇത് ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. ആ സമയത്ത് ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കോളിഫ്ലവർ ഇടുക. അത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ആക്കുക. അപ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കിയ ഇൻസ്റ്റൻറ്റ് സോസിൽ നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ മിക്സായി കോട്ടായി വരണം. കണ്ടോ, ഇപ്പം നല്ലപോലെ അടിപൊളി കോട്ടായി നല്ലപോലെ മസാല ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നത് ഇപ്പോൾ സ്പ്രിങ് ഓണിയനാണ്. എന്നാൽ നമ്മൾ ഈ പച്ച സവോള എന്ന് പറഞ്ഞ് വരുമല്ലോ, എനിക്കറിയില്ല എന്താ പറയുന്നത്, സ്പ്രിങ് ഓണിയൻ എന്ന് പറയും. അത് നമ്മൾ ഇടാൻ പോവാണ്. അത് ഇട്ട് കഴിഞ്ഞ് നമ്മൾ മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഹോട്ടൽ സ്റ്റൈൽ കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈസി സ്റ്റെപ്സ് വെച്ച് ഉണ്ടാക്കി നല്ല ക്രിസ്പി നല്ല ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ കമൻറ്റ്സ് ചെയ്ത് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു.